രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് MLA മാർ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഇതിൽ ആര് വിജയിച്ചാലും കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണിയുടെ കോട്ടയായിരുന്ന വടകര UDF-ന് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 24 ന്യൂസ് ചാനലിൻ്റെ സർവേയിൽ പറയുന്നത് LDF-ന് അനുകൂലമായ ഒരു നിലപാടാണ് വടകരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ KK ശൈലജ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുമെന്നാണ്. സാധാരണഗതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില ന്യായങ്ങൾ അവർ അതിനായി പറയുന്നുമുണ്ട്. ശരിക്കും 24 ന്യൂസ് ചാനലിൻ്റെ ഉടമയ്ക്ക് നാട്ടിൽ കുറച്ച് കേസുകളും കാര്യങ്ങളുമൊക്കെയുണ്ട്. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ സഹായം വേണ്ടി വരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM നേതാക്കളെയും എന്തിന് ഇടതുമുന്നണി സർക്കാരിനെയും ഒന്ന് സുഖിപ്പിക്കുക എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായ KK ശൈലജ വിജയിക്കുമെന്ന് പറയുന്നത്. നമുക്കറിയാം, TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം CPM-ലെ അണികൾ അല്ലെ CPM-നെ പിന്തുണയ്ക്കുന്നവർ പോലും നിലവിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നില്ല. കാരണം CPM-നെതിരെ അഭിപ്രായം പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ 51 വെട്ടി ഒരു പ്രവർത്തകനെ അല്ലെങ്കിൽ മുൻ CPM നേതാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല, അന്ന് വെറുതെ വിട്ട 2 CPM-ൻ്റെ നേതാക്കളെ ഇപ്പോൾ വീണ്ടും വിളിച്ചു വരുത്തി ഹൈക്കോടതി ശിക്ഷ വിധിച്ചു. ജീവപര്യന്തം തടവ് ഉൾപ്പെടെയുള്ള ശിക്ഷ വിധിച്ചു. അപ്പോൾ ഈ കേസ് വീണ്ടും സജീവമായി ജനങ്ങളുടെ ഇടയിലുണ്ട്. മാത്രമല്ല, UDF-ൻ്റെ സ്ഥാനാർത്ഥിയെ അവർ കൊണ്ടുവന്നത് ഷാഫി പറമ്പിലിനെയാണ്. പാലക്കാട് നിന്ന് 3 തവണ മത്സരിച്ച് വിജയിച്ച ഷാഫി പറമ്പിലിനെ ഇത്തവണ ലോക്സഭയിലേക്ക് എത്തിക്കാം. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. വടകരയിൽ ഏതാണ്ട് 38% ന്യൂനപക്ഷ വിഭാഗം ആയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ പിന്തുണ നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് K മുരളീധരനെ മാറ്റി അവിടെ ഷാഫി പറമ്പിലിനെ കൊണ്ടുവരുന്നത്. BJP അവിടെ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ സ്വാധീനം BJPക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിലവിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് മുൻതൂക്കം കിട്ടുമെന്ന് പറയുമ്പോഴാണ് പാനൂരിലുണ്ടായിരുന്ന ഒരു ബോംബ് സ്ഫോടനം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഈ സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മരിച്ച വ്യക്തിയും അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലുള്ളയാളും CPM പ്രവർത്തകരാണെന്ന് അന്ന് തന്നെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. മാത്രമല്ല, ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പിന്നീട് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ തുടർ നടപടികളിലെല്ലാം ഏതാണ്ട് 10ഓളം പേരെ പിടികൂടുകയും ചെയ്തു. ഇവരെല്ലാം തന്നെ DYFI പ്രവർത്തകർ, CPM പ്രവർത്തകർ അല്ലെങ്കിൽ അനുഭാവികളാണ്. എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറയുന്നത് എന്താ? ഇവർക്ക് ഈ ബോംബ് സ്ഫോടനവുമായി യാതൊരു ബന്ധവുമില്ല. വലിയൊരു ശബ്ദം കേട്ട് അവർ ഓടിച്ചെന്നതാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത മുഖ്യ പ്രതിയാണ് അവിടെ നിന്ന് പൊട്ടാത്ത സ്റ്റീൽ ബോംബുകൾ എടുത്ത് മാറ്റി വെച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന പോലീസിലെ ഒരു വിഭാഗമാണ് ഈ സംഭവം പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ കേരളത്തിൽ CPM ഇപ്പോഴും ബോംബ് രാഷ്ട്രീയം തുടരുന്നു. ഈ ബോംബ് പൊട്ടി CPM പ്രവർത്തകൻ നിർമ്മാണത്തിനിടെ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ബോംബ് എറിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരെ കൊല്ലുമായിരുന്നു എന്ന് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളുമൊക്കെ പറയുന്നു. മാത്രമല്ല, ഷാഫി പറമ്പിൽ ഈ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ അവിടെ വലിയ ജാഥയും ഒക്കെ സംഘടിപ്പിച്ചു. ഇതും ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടി. ഈ സാഹചര്യത്തിലാണ് പറയുന്നത് KK ശൈലജ എന്ന് പറയുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ കഴിയും, അല്ലെങ്കിൽ വലിയ നേട്ടമുണ്ടാക്കും എന്നൊക്കെ 24 ന്യൂസിൻ്റെ സർവേയിൽ പറയുന്നു. ഏതാണ്ട് 14 ലക്ഷത്തോളം വോട്ടർമാരാണ് വടകര മണ്ഡലത്തിലുള്ളത്. അതിൽ 1000 പേരുടെ അടുത്ത് സർവേ നടത്തി അല്ലെങ്കിൽ ഒരു സാമ്പിൾ എടുത്താണ് ഈ പരിശോധനാ ഫലം പറഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ അതിലെ വിശ്വാസ്യത നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് മാത്രമല്ല, ആറ്റിങ്ങൽ മണ്ഡലം നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായി ഇടതുമുന്നണിയുടെ വലിയൊരു കോട്ടയാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലം. എന്നാൽ കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് എന്ന് പറയുന്ന മുൻ മന്ത്രി അവിടെ മത്സരിക്കാൻ എത്തുകയും അവിടെ അധികായനായി നിന്ന സമ്പത്തിനെ തറ പറ്റിച്ചുകൊണ്ട് വിജയിക്കുകയും ചെയ്തയാളാണ്. ഇത്തവണ അടൂർ പ്രകാശിനെ അവിടെ നേരിടാൻ എത്തിയിരിക്കുന്നത് വർക്കല MLA-യും CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ V ജോയിയാണ്. അപ്പോൾ ജോയിക്ക് അവിടെ മുൻതൂക്കമുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ സ്വാധീനമില്ലായിരുന്നുവെങ്കിലും BJP സ്ഥാനാർത്ഥിയായി എത്തിയ ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ വോട്ടുകൾ നേടിയെടുത്തു. എന്ന് പറഞ്ഞാൽ BJPക്ക് വലിയ മുന്നേറ്റമാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ അടിത്തറയിൽ നിന്നാണ് കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ചൂടും ചൂരുമൊക്കെ ആറ്റിങ്ങലിലുമുണ്ട്. അവിടെയും V ജോയി മത്സരത്തിൽ ജയിക്കും എന്ന് ഈ പറഞ്ഞ 24 ന്യൂസ് അങ്ങ് പറയുകയാണ്. അപ്പോൾ അവരും ആ സർവേയുടെ അടിസ്ഥാനത്തിൽ, അല്ലെ ഞങ്ങൾ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നു.
അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രണ്ട് മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കും, അത്തരത്തിലൊരു പ്രചരണം 24 ന്യൂസ് നടത്തുന്നു. അവരുടെ മുതലാളിക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്, അതിൻ്റെ പുറത്ത് ചില തെറ്റായ വാർത്തകൾ പടച്ചുവിടുന്നു. അപ്പോൾ സത്യമറിയാൻ നാം വിശ്വസിക്കേണ്ട ന്യൂസ് ചാനലുകൾ തന്നെ ഇത്തരത്തിലുള്ള ചില കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെയും വടകര മണ്ഡലത്തിലെയും വോട്ടർമാർ പറയുന്നത്. മാത്രമല്ല വി ജോയ് എന്ന് പറയുന്നത് വർക്കല MLA ആണ്. മാത്രമല്ല അദ്ദേഹത്തിന് തൊട്ടടുത്ത മണ്ഡലമായ ചിറയൻകീഴിലും വലിയ സ്വാധീനമൊക്കെ ഉണ്ട്. കൂടാതെ ആറ്റിങ്ങൽ, വാമനപുരം എന്നീ മണ്ഡലങ്ങളിലും ഈ പറയുന്ന തന്റെ പ്രവർത്തന മേഖലയായതുകൊണ്ട് വി ജോയ്ക്ക് സ്വാധീനമുണ്ട്. എന്നാൽ കാട്ടാക്കടയും നെടുമങ്ങാടും അരുവിക്കരയും ഇടത് വലത് മുന്നണികളെ മാറി മാറി തുണയ്ക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പറയുന്നത് എന്താ, 7 നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കെടുത്താൽ ഏതാണ്ട് 2 ലക്ഷത്തിലധികം വോട്ടുകളുടെ മുൻതൂക്കം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വി ജോയ് മത്സരിച്ച് ജയിക്കും. ഇതാണ് 24 പുറത്തിറക്കിയ സർവേ ഫലം. അപ്പോൾ വടകരയിലും ഈ ആറ്റിങ്ങലിലും സാധാരണഗതിയിൽ നമുക്ക് വിശ്വസിക്കാനാകാത്ത ചില ന്യായങ്ങൾ പറഞ്ഞ് ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടത് സർക്കാരിൻ്റെയും ഒക്കെ ഒരു ശ്രദ്ധ നേടിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് വ്യക്തമാണ്. നമുക്കറിയാം, ബോംബ് രാഷ്ട്രീയം കൊണ്ടും TP ചന്ദ്രശേഖരനെ കൊല ചെയ്തതുകൊണ്ടുമൊക്കെയുള്ള CPM അക്രമ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുന്ന ആളുകളാണ് വടകര മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ടാണ് 2009 RMP വിജയിച്ചതിന് ശേഷം പിന്നീട് LDFന് ആ സീറ്റ് കിട്ടാതെ പോയത്. അവർ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് വടകരയിൽ ഇറക്കിയിരുന്നത്. P സതീദേവി, P ജയരാജൻ, N ഷംസീർ. പക്ഷെ ഇവർക്ക് ആർക്കും തന്നെ കളം പിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത്തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിച്ച മട്ടന്നൂർ MLA KK ശൈലജയെ കൊണ്ടുവരുന്നത്. മന്ത്രി എന്ന നിലയിൽ നല്ല പ്രകടനമൊക്കെ നടത്തി, വലിയ ജനസ്വാധീനമുണ്ട്. പക്ഷേ വടകര എന്ന മണ്ഡലത്തിലെ ജനങ്ങൾ CPMനെ എന്തുകൊണ്ട് വെറുക്കുന്നു, അല്ലെങ്കിൽ CPMൽ നിന്ന് എന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നു, ഇത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. TP ചന്ദ്രശേഖരനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അതാണ് കാരണം. അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും അവിടുത്തെ ജനതയിൽ നിന്ന് മാറിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ CPMകാർ തന്നെ വോട്ടുകൾ മാറ്റിക്കുത്തുന്നതുകൊണ്ടാണ് അവിടെ UDF സ്ഥാനാർത്ഥി ജയിക്കുന്നത്. 2 തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നു, 1 തവണ K മുരളീധരൻ ജയിക്കുന്നു, ഇത്തവണ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവരക്തത്തെ കൊണ്ടിറക്കുന്നു. അദ്ദേഹം നല്ല പ്രാസംഗികനാണ്, ആളുകളുമായി നന്നായി ഇടപഴകുന്നു, യുവജനങ്ങൾക്കേറെ പ്രിയപ്പെട്ട ആളാണ്. അത്തരത്തിൽ അനുകൂല ഘടകങ്ങളെല്ലാം തന്നെ UDFനാണ്. മണ്ഡലത്തിൽ വിജയം അല്ലെങ്കിൽ പരാജയം എന്നത് പ്രവചനാതീതമാണ്. പക്ഷേ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് മണ്ഡലമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. 2019 തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 12,86,850 ആയിരുന്നു. എന്നാൽ 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും വോട്ടർമാരുടെ എണ്ണം കൂടി. ഇന്ന് 14,21,833 വോട്ടർമാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1,35,000-ഓളം പുതിയ വോട്ടർമാർ വന്നു. കേരളത്തിലെ മൊത്തം കണക്കെടുത്താൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം വോട്ടർമാർ കൂടിയ 2ാമത്തെ മണ്ഡലമാണ് ഈ വടകര. ആദ്യത്തെ മണ്ഡലം തൃശ്ശൂരാണ്. അപ്പോൾ പുതിയ വോട്ടർമാർ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ അല്ലെങ്കിൽ TP ചന്ദ്രശേഖരനെതിരെ നടത്തിയ CPMന്റെ ഈ കിരാത നടപടിക്കെതിരെയൊക്കെ മാറി ചിന്തിച്ചേക്കാം. മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കാൻ ഈ പറയുന്ന ഷാഫി പറമ്പിലിന് കഴിയുമെന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പം മുൻതൂക്കം ഷാഫി പറമ്പിലിനായിട്ടും അവിടെ KK ശൈലജ എന്ന് പറയുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് 24 ന്യൂസ് ഒരു സർവേ റിപ്പോർട്ട് അങ്ങ് ഇറക്കുന്നു. ശക്തമായ പോരാട്ടം നടത്തി കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ വിജയിച്ച അടൂർ പ്രകാശിന് ഇത്തവണയോടെ മുൻതൂക്കമുണ്ട്. മാത്രമല്ല വി മുരളീധരൻ കടുത്ത പോരാട്ടം നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ധാരാളം വോട്ട് പിടിക്കുകയും അങ്ങനെ ഈ ആറ്റിങ്ങലിനെ ഒരു A+ മണ്ഡലമാക്കുകയും ചെയ്തതാണ്. അവിടെ വി മുരളീധരന്റെ പോരാട്ട വീര്യവുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന അടൂർ പ്രകാശ് തൻ്റെ കഴിവ് കൊണ്ട്, തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ഈ ആറ്റിങ്ങലുകാരുടെ ജനമനസ്സിൽ ഇടം പിടിച്ചതാണ്. ഇത്തവണയും ആ രീതിയിൽ ഈ അടൂർ പ്രകാശിനൊരു മുൻതൂക്കമുണ്ട്. ഒപ്പം വി മുരളീധരനും കടുത്ത മത്സരവുമായുണ്ട്. അതിനിടയിലേക്ക് വി ജോയ് ജയിക്കുമെന്ന് ഈ പറയുന്ന ന്യൂസ് ചാനൽ ഒരു റിപ്പോർട്ട് അങ്ങ് പുറത്തിറക്കുന്നു. ഇത് ഞങ്ങൾ സർവേ നടത്തി അവതരിപ്പിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്ത ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഇവർക്കാണ് മുൻതൂക്കമെന്ന് ജനമനസ്സിലെത്തിച്ചാൽ ഈ ഫ്ലോട്ടിംഗ് വോട്ടുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ആടി നിൽക്കുന്ന അല്ലെങ്കിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വിഭാഗം. ഇവർ കൃത്യമായി ഓരോ മുന്നണിക്കും വോട്ട് കൊടുക്കുന്നവരല്ല. അവർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച്, നിലവിലെ കാലാവസ്ഥ അനുസരിച്ചൊക്കെ മാറി വോട്ട് ചെയ്യാം. അപ്പോൾ ഇവരെയൊക്കെ സ്വാധീനിക്കുക എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള സാമ്പിൾ സർവേകളുടെ ലക്ഷ്യം. അതിലൂടെ ഈ വടകരയും ആറ്റിങ്ങലും ഇടതുമുന്നണിയിലേക്ക് എത്തുന്നു എന്നൊരു സന്ദേശം പ്രചരിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ അവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഒരു ന്യൂസ് ചാനൽ ഇത്തരത്തിലുള്ള ഒരു സർവേ ഫലം പുറത്തുവിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടകൾ ഉണ്ടാകാം.
അതുകൊണ്ട് തന്നെ വടകരയിൽ ഇടതുമുന്നണിക്ക് മുൻതൂക്കമുണ്ടെന്നും ആറ്റിങ്ങലിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും ഇപ്പോഴേ പറഞ്ഞാൽ ജനങ്ങൾ അത് വിശ്വസിക്കില്ല. അത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്താൽ സ്വാഭാവികമായും രണ്ടിടത്തും UDF മുൻതൂക്കമുണ്ടാകും. മാത്രമല്ല, സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം ഈ വടകര മണ്ഡലം UDF ഒപ്പം നിൽക്കുകയാണെന്ന് കാലങ്ങളായി തെളിയിച്ചതാണ്. മാത്രമല്ല, ആറ്റിങ്ങലിൽ സമ്പത്ത് ഉൾപ്പെടെയുള്ള ഇടത് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് UDF തങ്ങളുടെ ഒരു ആധിപത്യം കാണിച്ചത്. ഒപ്പം മുരളീധരനും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയുമാണ്. അവിടെ ഒരു ത്രികോണ മത്സരത്തിന്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. അപ്പോൾ അവിടെയും ഒരു ഈസി വിജയം ഇടതുമുന്നണിക്ക് കിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങൾ ന്യൂസ് ചാനലുകൾ അഴിച്ചുവിടുന്നത് എന്നത് സംശയമുളവാക്കുന്ന കാര്യമാണ്. എന്തായാലും ഇതേക്കുറിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതൊക്കെ അറിയാൻ കഴിയുമെന്നാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലുമുള്ള ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.